ഞാൻ ഡോക്ടർ അനുപമാർ. ഞാൻ തിരുവനന്തപുരത്ത് ഗൈനക്കോളജിസ്റ്റാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് ഗർഭത്തിൻ്റെ ആദ്യകാലങ്ങളിൽ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം എന്നുള്ളതാണ്. ഇനി ഗർഭം ഒരു 4 മാസം കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു നല്ല കാലഘട്ടമാണ്. 4 തൊട്ട് 7 വരെയാണ് ഏറ്റവും ഒരു സേഫ് പീരീഡ് ഒരു ഗർഭിണിയെ സംബന്ധിച്ച്. പിന്നെ ഈ പറഞ്ഞ പോലെ അടിക്കടി അബോർഷൻ ടെൻഡൻസിയോ മറ്റെന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള സ്ത്രീകൾ, പ്രഷറോ അല്ലെങ്കിൽ പ്രമേഹമോ ഒക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. പക്ഷേ അല്ലാതെ ഏറ്റവും നല്ലൊരു സമയമാണ്. ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലും യാത്രകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചെയ്തു തീർക്കുന്നത് നല്ലതാണ്. ഈ ഒരു കാലയളവിൽ ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് വെള്ളം കുടിക്കണം, നന്നായിട്ട് ആഹാരം കഴിക്കണം. ആദ്യം 3 മാസം ചിലപ്പോൾ ഛർദ്ദിൽ കൊണ്ടൊക്കെ ആഹാരം കഴിക്കാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷേ ഈ ഒരു സമയത്ത് വളരെ ഫ്രീ ഒരു ടൈമാണ്. നന്നായിട്ട് ആഹാരം കഴിക്കണം. അത് ഈ പറഞ്ഞ പോലെ തന്നെ വളരെ സമീകൃതമായ ആഹാരമായിരിക്കണം. ധാന്യങ്ങളൊക്കെ ധാരാളം അടങ്ങിയ ആഹാരം, അതായത് പ്രോട്ടീൻ ധാരാളം ചെല്ലണം. പിന്നെ പഴങ്ങൾ, പച്ചക്കറികളൊക്കെ ധാരാളം കഴിക്കണം. അയണ്, കാൽസ്യം ഗുളികകളൊക്കെ എല്ലാം കൃത്യമായിട്ട് കഴിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് കഴിക്കുന്ന ആഹാരം ആണ് ഒരു കുഞ്ഞിൻ്റെ വെയിറ്റ് വെക്കുന്നതിനും അതിൻ്റെ വളർച്ചയ്ക്കും അതിൻ്റെ ബുദ്ധി വളർച്ചയ്ക്കും അതിൻ്റെ ശാരീരിക വളർച്ചയ്ക്കും ഒക്കെ ഏറ്റവും സഹായിക്കുന്നത്. നമ്മൾ ഈ കതിരെ കൊണ്ടുവന്ന് വളം വയ്ക്കുക എന്നൊക്കെ പറയുന്ന പോലെ 7 മാസം കഴിഞ്ഞിട്ട് വളർച്ചക്കുറവ് കണ്ടിട്ട് അന്നേരം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വലിയ പ്രയോജനമില്ല. പക്ഷേ ഒരു 4 മാസം തൊട്ടേ കൃത്യമായ ഒരു നല്ല രീതിയിലുള്ള ഒരു ആഹാര രീതി പാലിച്ചു കൊണ്ടുപോകുന്ന ഗർഭിണികളുടെ കുഞ്ഞിന്, ഗർഭസ്ഥ ശിശുവിന് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാണത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാലയളവിൽ അതുപോലെ മാസത്തിൽ ഒരിക്കലേ ഡോക്ടറുടെ ചെക്കപ്പ് കാണത്തുള്ളൂ. ആ ചെക്കപ്പിൽ ഈ പറഞ്ഞ പോലെ തന്നെ BP, ഷുഗർ കാര്യങ്ങളൊക്കെ നോക്കും. കുഞ്ഞിൻ്റെ വളർച്ച നോക്കും. അതിൻ്റെ ഗ്രോത്തും വെയിറ്റും കാര്യങ്ങൾ എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കും. അതേപോലെ 5-ാം മാസത്തിലെ സ്കാൻ എന്ന് പറയുന്നത് എല്ലാ ഗർഭിണികളും ചെയ്തിരിക്കണം. ഇനി എത്ര സ്കാൻ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ 5-ാം മാസത്തിലെ സ്കാൻ മസ്റ്റാണ്. കാരണം അതിലാണ് കുഞ്ഞിൻ്റെ അവയവങ്ങളുടെ വൈകല്യങ്ങളെല്ലാം നോക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും വികസിച്ച ഒരു കാലഘട്ടത്തിൽ പോലും ചിലപ്പോൾ തലയില്ലാത്ത കുഞ്ഞുങ്ങൾ ഒക്കെ 7-8 മാസമായിട്ട് കണ്ടുപിടിക്കപ്പെടുന്നുണ്ട്. അത് ശരിക്കും വളരെ കഷ്ടമാണ്. കാരണം 7-8 മാസമായിട്ട് പിന്നെ ആ കുഞ്ഞിനെ അബോർഷൻ ചെയ്യാനും പറ്റത്തില്ല, അതിനെ പ്രസവിപ്പിച്ച് കളയണം, അതിനുള്ള സങ്കീർണതകളെ പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് വരാം. അതുകൊണ്ട് തീർച്ചയായിട്ടും 5-ാം മാസത്തിലെ സ്കാൻ മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. അതിൽ കുഞ്ഞിൻ്റെ വിരലുകളടക്കമുള്ള എല്ലാ വൈകല്യങ്ങളും നമുക്കതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഒരു 6 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് വേണമെങ്കിൽ നമുക്ക് എക്കോ സ്കാൻ ചെയ്യാം, കുഞ്ഞിൻ്റെ ഹാർട്ടിൻ്റെ സ്കാൻ ചെയ്യാം. അതിൽ കുഞ്ഞിന് ഹാർട്ടിന് എന്തെങ്കിലും മേജർ വൈകല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഈ ഒരു 6 മാസം തൊട്ടാണ് അനക്കം കിട്ടി തുടങ്ങുന്നത്, കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് കിട്ടി തുടങ്ങുന്നത്. ശരിക്കും ആ മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ വയറിലിങ്ങനെ തട്ടുന്ന പോലെ ഒരു ഫീൽ അമ്മയ്ക്ക് കിട്ടുന്നതാണ്. അനക്കം ശ്രദ്ധിക്കുന്നത് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം അമ്മയുടെ ആ ഒരു പെർസെപ്ഷനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അപ്പോൾ അനക്കം ഡെയിലി ഒരു 10 തവണയെങ്കിലും കുഞ്ഞ് അനങ്ങിയിരിക്കണം. അത് ഒരു അമ്മയ്ക്ക് ഒരു 6 മാസം കാലയളവ് തൊട്ട് അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ ഒരു കാലയളവിൽ പലപ്പോഴും വരാകുന്ന ചില കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് BP വരാം. 5 മാസം കഴിയുമ്പോഴാണ് ആദ്യമായിട്ട് പ്രഷർ വല്ലപ്പം ഗർഭിണികൾക്ക് കണ്ടു തുടങ്ങുന്നത്. അതുപോലെ പ്രമേഹം ആദ്യമായിട്ട് വന്നു തുടങ്ങുന്ന ഒരു കാലഘട്ടം ഇതാണ്. പിന്നെ ഇതെല്ലാം കൂടാതെ ഗർഭപാത്രത്തിന് ഒരു ബലക്കുറവുള്ള സ്ത്രീകളുണ്ട്, ഒരു സ്ട്രെങ്ത് ഇല്ലാത്ത സ്ത്രീകൾ. അങ്ങനെയുള്ളവർക്ക് ഗർഭപാത്രം അവരൊന്നും അറിയത്തില്ല, തനിയെ അങ്ങ് തുറന്നു പോകും. ബ്ലീഡിങ്ങും പെയിനും ഒന്നും ഇല്ലാതെ യൂട്രസ് തന്നെ അങ്ങ് തുറന്നു കഴിയുമ്പോൾ പിന്നെ വല്ല ബ്ലീഡിങ്ങോ വല്ലതും ആയിട്ട് ഡോക്ടറുടെ അടുത്ത് എത്തുമ്പോഴായിരിക്കും ഗർഭപാത്രം തുറന്നു പോയി കുഞ്ഞിങ്ങനെ അബോർഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ പറയുന്ന സാഹചര്യം, സർവൈക്കൽ ഇൻകോമ്പിറ്റൻസ് എന്നൊക്കെ പറയുന്ന അവസ്ഥകളുണ്ട്. അതും ഈ ഒരു കാലഘട്ടത്തിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ അത്തരം റിസ്ക് ഉള്ളവർ തീർച്ചയായിട്ടും നേരത്തെ തന്നെ സെർവിക്സിൻ്റെ ലെങ്ത് ഓരോ സ്കാനിലും പരിശോധിച്ച് നോക്കിക്കൊണ്ട് പോകാറുണ്ട് ഡോക്ടർമാർ. എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ ഈ ഒരു കാലഘട്ടം തുടങ്ങുമ്പോഴേ തന്നെ യൂട്രസിൻ്റെ താഴെ സ്റ്റിച്ചൊക്കെ ഇട്ട് വയ്ക്കും, അങ്ങനെയുള്ള അബോർഷൻസൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സാധാരണ അല്ലാത്ത ഗർഭിണികൾക്ക് പ്രത്യേകിച്ച് ഈ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള ആഹാര രീതികളും പിന്നെ ലഘു വ്യായാമങ്ങൾ ഈ സമയത്ത് അവർക്ക് ചെയ്തു തുടങ്ങാം. ചെറുതായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യാം, നടക്കാം, ചെറിയ ചില പ്രഗ്നൻസിക്ക് അല്ലെങ്കിൽ ഡെലിവറിക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള കുഞ്ഞു എക്സസൈസസ് ഒക്കെ ചെയ്തു തുടങ്ങാം. സേഫായിട്ടുള്ള എക്സസൈസസ് ചെയ്തു തുടങ്ങാവുന്നൊക്കെ ഒരു കാലഘട്ടമാണ്. പൊതുവേ ഒരു 5 to 7 മന്ത്സിൽ മാസത്തിൽ ഒരിക്കൽ മാത്രം ചെക്കപ്പും വളരെ കംഫർട്ടബിളായിട്ടുള്ളൊരു കാലഘട്ടമായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെയുള്ള അയണ്, കാൽസ്യം പോലെയുള്ള ഗുളികകൾ കൃത്യമായിട്ട് ഈ കാലഘട്ടത്തിൽ കഴിച്ചിരിക്കണം. പിന്നെ ഏതെങ്കിലും രീതിയിലുള്ള, അതായത് വേദനയോ, നമുക്കൊരു പ്രതീക്ഷയില്ലാത്ത രീതിയിലുള്ള, ഇതുവരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ളൊരു വേദനയോ, രക്തം പോകുന്നതോ, വെള്ളം പോകുക എന്ന് ആളുകൾ പറയും, മൂത്രം പോകുന്ന പോലെ അറിയാതെ വെള്ളം പോകുന്നത്, ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണാൻ ഇടയായാൽ ഇമ്മീഡിയറ്റ്ലി ആശുപത്രിയിൽ പോകണം. കാരണം അതൊക്കെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള അണുബാധകൾ വരാൻ സാധ്യതയേറെയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ മാത്രം അടിയന്തരമായിട്ട് ഒരു ആശുപത്രിയെ സമീപിക്കുന്നതാണ് നല്ലത്. അല്ലാതെ ശരിക്കും പറഞ്ഞാൽ കൃത്യമായ ഒരു പരിരക്ഷ, നല്ല രീതിയിലുള്ള പരിരക്ഷ ഏറ്റവും അധികം കിട്ടേണ്ട ഒരു കാലഘട്ടമാണ് 4 തൊട്ട് 7 മാസം എന്ന് പറയുന്നത്.